ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. ഇതൊക്കെ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ സ്കൂളില്ലാത്തൊരു ദിവസത്തെയാണ് കേട്ടോ. കഴിഞ്ഞ ശനിയാഴ്ചത്തെയോ ഞായറാഴ്ചത്തെയോ ഏതോ ഒരു ദിവസത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഷോർട്സ് തന്നെയാണല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഒന്നാമത്തത് എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് വല്ലാണ്ടൊരു മൂഡ് ഓഫ് അങ്ങോട്ട് വരും കേട്ടോ. വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് കുറഞ്ഞു വരുമ്പം എന്താ പറയുക, വീഡിയോ എടുക്കാനൊന്നും വലിയൊരു മൂഡില്ലാണ്ട് അങ്ങോട്ട് ആയിപ്പോകും. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അധികം ആൾക്കാർക്കും ഷോർട്ട് വീഡിയോസ് കാണാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ചിലവർക്കൊക്കെ അതായിരിക്കും. പിന്നെ രണ്ടും ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഷോർട്ടും ലോങ്ങും ഒക്കെ ആയിട്ട് ഇടക്കും മറക്കും തിരിച്ചും മറിച്ചൊക്കെ ആയിട്ട് അങ്ങനെ പോവാം. എന്തായാലും നിങ്ങളെ ഷോർട്ടാണോ കൂടുതൽ വേണ്ടത്, അല്ലെങ്കിൽ ലോങ് ആണോ, ലോങ് വീഡിയോ ആണോ, ഇതേപോലത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആണോ എന്നുള്ളതൊക്കെ ഒന്ന് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഈ പറയുന്നത്. ചിലപ്പം എല്ലാ രീതിയിലും നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരും ഉണ്ടാവും. ചില ആളുകൾക്ക് ലോങ്ങും ചിലവർക്ക് ഷോർട്ടും ഒക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പം അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഫസ്റ്റത്തെ പരിപാടി ഇന്ന് അങ്ങനെ തിരക്കൊന്നുമില്ല കേട്ടോ. സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ വലിയ തിരക്ക് പിടിച്ച് പണിയും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കണില്ല. കാരണം എല്ലാവരും വീട്ടിലുള്ള സമയത്ത് ഞാനിനി എത്ര തിരക്ക് പിടിച്ചിട്ട് വേഗം എൻ്റെ പണികളൊക്കെ അങ്ങോട്ട് തീർത്താലും എന്താ പറയുക, ആ ഒരു പണികൾ തീർന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടൂല കേട്ടോ. കാരണം മക്കളും ഇക്കയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ മൊത്തത്തിൽ ക്ലീനാക്കി പിന്നെ അവിടെ തൊടരുത് ഇവിടെ തൊടരുത്, അവിടെ പെരത്തരുത് ഇവിടെ പരത്തരുത് എന്നൊക്കെ പറഞ്ഞ് നിന്നാൽ നടക്കൂല. മക്കളും എല്ലാവരും ഇക്കയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ടി വരില്ല കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു അസുഖം ഉണ്ട് താനും. നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞാൽ വീടൊക്കെ മൊത്തം ക്ലീനാക്കി വെച്ചാൽ പിന്നെ അത് വല്ലാണ്ട് അങ്ങോട്ട് ഇതാക്കി ഇടുന്നത് എനിക്ക് വല്ലാണ്ടൊരു ഇഷ്ടവും ഇല്ല. പിന്നെ ആ നാശാവുന്നതിനനുസരിച്ച് അത് പുറകെ നടന്ന് ഞാൻ നന്നാക്കി ഇങ്ങോട്ട് നിൽക്കേണ്ടി വരും എന്ന് കരുതി എൻ്റെ മക്കൾ അവിടെ ഇവിടെ വലിച്ചു വാരി ഇടുന്ന ശീലമൊന്നും ഇല്ല കേട്ടോ മക്കൾക്ക്. ഞാനിങ്ങനെ ആയതുകൊണ്ട് എൻ്റെ കുട്ടികൾക്കും ഇപ്പം നിച്ചുമോളാണെങ്കിലും എൻ്റെ അതേ രീതിയിലാണ് കേട്ടോ ഓളും ഉള്ളത്. ഞാൻ എടുക്കുന്ന അതേ രീതിയിൽ ഓളും വൃത്തിയാക്കലും കാര്യങ്ങളും ഓള് ചെയ്യും. പിന്നെ അതേപോലെ ഒക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് വലിച്ചു വാരി ഇടുന്നതൊന്നും ഓൾക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മളെ മക്കളും വരിക. ഇനി ഓരായിട്ട് എന്തെങ്കിലും കളി സാധനമോ അല്ലെങ്കിൽ അതും ഇതൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനത് ഓരെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാസിമോനൊക്കെ ആണെന്നുണ്ടെങ്കിലും കളിക്കാനൊക്കെ എടുത്താലും അത് എടുത്ത് വെച്ചോളൂ കേട്ടോ. ചിലപ്പോൾ പറയാണ്ട് തന്നെ വേഗം എവിടുന്നാണോ എടുക്കുന്നത് അതൊക്കെ അവിടെ തന്നെ എടുത്ത് വെച്ചിട്ടൊക്കെ അങ്ങോട്ട് പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ശീലങ്ങളൊക്കെ കുറച്ച് നല്ലതാണല്ലോ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും എന്നിട്ട് പറഞ്ഞാൽ അയിമ പിടിച്ചങ്ങോട്ട് പോയിക്കോളൂ അല്ലേ. അതങ്ങനെയാണ് കേട്ടോ, നമ്മൾ അറിയാണ്ട് അങ്ങോട്ട് വന്നു പോകുന്നതാണ്. അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ തീയൊക്കെ കത്തിച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളമാണോ ചോറിനുള്ള വെള്ളമാണോ എന്തായാലും ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം ദോശയാണ് കേട്ടോ ചുടുന്നത്. പിന്നെ അപ്പം അതിനുള്ള അരിയൊക്കെ ഒന്ന് വേഗം കഴുകി അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേഗം ദോശ ചുട്ടെടുക്കട്ടെ. കറി എന്തായിരുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ വീഡിയോ തന്നെ ഞാൻ കാണേണ്ടി വരും കേട്ടോ. തലേ ദിവസത്തെ എന്തോ ഒരു കറിയുണ്ട്, മീൻ കറിയാണ് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അവിടെ ആ ഒരു ചട്ടി കാണുന്നുണ്ടല്ലോ മിക്സീൻ്റെ അടുത്ത്, ആ ഒരു ചട്ടിയിൽ ഞാൻ അധികവും മൺചട്ടിയിൽ ഞാൻ മീൻ കറി തന്നെയാണ് കേട്ടോ അധികം ഉണ്ടാക്കുക. അതുപോലെ വെണ്ടക്ക പുളിമുളക് ഇടുമ്പോഴും അതുപോലെ മീൻ കറിയും തന്നെയാണ് കേട്ടോ ഞാൻ അധികവും ആ ഒരു ചട്ടിയിൽ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് അതിൽ മീൻ കറി തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ പിന്നെ കറി ഉള്ളത് കൊണ്ട് തന്നെ കടി മാത്രം ചുട്ടെടുത്താൽ മതി. അപ്പോൾ വേഗം ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഈ ഒരു നമ്മൾ പൊടി കലക്കിയിട്ട് ഇങ്ങനത്തെ ദോശ ചുടൂലേ, അത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. എനിക്കും ഇഷ്ടമല്ല, മക്കൾക്കും ഇക്കാക്കും ആർക്കും ആ ഒരു ദോശേനോടൊരു താല്പര്യമില്ല കേട്ടോ. ദോശ ചുടുകയാണെങ്കിൽ ഈ ഒരു പച്ചരി അരച്ചിട്ട് ഉള്ള ആ ഒരു ദോശ തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആഴ്ചയിൽ ഒരു 2 വട്ടമെങ്കിലും ഇവിടെ ദോശ ഉണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെ വെറൈറ്റിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു കടികളും കാര്യങ്ങളും മാറ്റി മറിച്ചും ഒക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ തലേ ദിവസം എന്തെങ്കിലും തേങ്ങാച്ചോറോ അല്ലെങ്കിൽ വേറെ നെയ്ച്ചോറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിറ്റേന്ന് രാവിലെ ചിലപ്പോൾ ചൂടാക്കിയിട്ടോ ആവി കയറ്റിയിട്ടൊക്കെ നമ്മൾ ചായക്ക് ചിലപ്പോൾ അതും ഇക്കാക്കായാലും അങ്ങനത്തെ യാതൊരുവിധ കുഴപ്പവും നിർബന്ധവും ബുദ്ധിമുട്ടിക്കലും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എന്താ പറയുക, ദോശ ഒരു വൈക്കുന്ന് ചുടുന്നുണ്ട്.
പിന്നെ ഇപ്പുറത്തുനിന്ന് ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഉച്ചക്കത്തേക്കുള്ളതാണ്. പിന്നെ സാമ്പാർ തേങ്ങ വറുത്തരച്ചിട്ട് സാമ്പാർ വെക്കണം എന്നൊരു തോന്നൽ കേട്ടോ ഇന്ന്. അപ്പോൾ എന്തായാലും നാളെ ഉഴുന്ന് ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഉഴുന്നും അരിയും വെള്ളത്തിൽ ഇട്ടിട്ടുമുണ്ട് കേട്ടോ. സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസമാണ് ഞാൻ വേഗം ഉഴുന്നും അരിയും വെള്ളത്തിലിടുക. ഇഡ്ഡലി ദോശ അങ്ങനെ എന്തെങ്കിലും അതിന് പിന്നെ ഇവിടെ സാമ്പാർ വേണം കേട്ടോ. ചട്ടിനീനെക്കാട്ടും ഇഷ്ടം അവർക്ക് സാമ്പാറാണ് ഇവിടെ എല്ലാവർക്കും. പിന്നെ സാമ്പാർ വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പൊടി ഇട്ടിട്ട് വറവിടൂലേ, തേങ്ങ അരക്കാതെ, അതിനോടും വലിയൊരു ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ഞാൻ അധികം അങ്ങനെ തന്നെയാണ് വെക്കുക. ചിലപ്പോൾ എപ്പോഴും തേങ്ങ ഉണ്ടായിക്കോളണം എന്നില്ലല്ലോ. അപ്പം ഇന്ന് എന്തായാലും എനിക്കൊരു പൂതി കേട്ടോ, തേങ്ങ വറുത്തരച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ട ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ തന്നെ അതിന് വേണ്ട കഷ്ണങ്ങൾ ഒരുപാട് കഷ്ണങ്ങളും ഇല്ല. ഈ കുറച്ച് കഷ്ണങ്ങളൊക്കെയാണ് കേട്ടുള്ളത്. കുറേ കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് നല്ല സെറ്റപ്പായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നമ്മളിങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കൂലേ, അതിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്നാണ് കേട്ടോ എൻ്റെ ഒരു നിഗമനം. അങ്ങനെ ഞാൻ വേഗം പരിപ്പും കഷ്ണങ്ങളും അതുപോലെ അതിലേക്ക് ഉള്ളി, തക്കാളി, ഉള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരിത്തിരി സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒറ്റൊരു വിസിലൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് വറവിട്ട് തിളപ്പിക്കുമ്പോൾ വീണ്ടും അത് ഒന്നും കൂടെ വേവുമല്ലോ. അപ്പോൾ ഒറ്റൊരു വിസിൽ അടുപ്പിച്ചിട്ട് ഞാനത് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കൊക്കെ നമ്മളെ ദോശ ചുടലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം ഞാൻ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ തേങ്ങ വറുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വറക്കണ സമയത്ത് തന്നെ നല്ലൊരു മണം വരും കേട്ടോ. പിന്നെ ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ആ ഒരു തേങ്ങയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് മാത്രമേ അതിൽ ഇട്ടിട്ടുള്ളൂ. പിന്നെ പൊടികളാണ് ഇട്ട് കൊടുക്കുക. അപ്പം തേങ്ങ ഏകദേശം ഒരു പകുതി വറവായി വരുമ്പോഴാണ് കേട്ടോ ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുക. നല്ല രസമുണ്ടായിനി കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പൊന്തിച്ച് പറയാമെന്നൊന്നും വിചാരിക്കേണ്ട. ചിലപ്പം ഞമ്മക്കും തോന്നുമല്ലോ, ചില ദിവസം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ എന്തോ വലിയൊരു സുഖമായിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് വന്നിട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നൂലേ. പക്ഷേ ഇന്ന് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കറി. അപ്പോൾ അതാ ഞാൻ അത് ഏകദേശം ഒരു പകുതി വറവൊക്കെ വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളകും പൊടി, അതുപോലെ മല്ലിപ്പൊടി, സാമ്പാർ പൊടി, ഈ ഒരു 3 പൊടികളും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് കരിയാണ്ട് അതൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് അരച്ചിട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചോറ് കറി വെച്ചുണ്ടാക്കുന്ന ഉച്ചക്കത്തേക്കുള്ള ആ ഒരു പണികളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ അത് അവിടെ തണുക്കണ ആ ഒരു സമയം കൊണ്ട് ഞാൻ ചായ കുടിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മീൻ കറി തന്നെ ആയിരുന്നു കേട്ടോ. തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചായ കുടിച്ചിട്ടുണ്ട്. ഇക്ക നേരത്തെ ചായ കുടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഇക്കാക്ക് ഓട്ടോ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇക്ക പോയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വരുന്ന ആളുകളാണെന്ന് തോന്നുന്നുണ്ട്. ഇക്കാൻ്റെ ജോലി എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ജീപ്പിൽ പോവാണ് കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ വണ്ടി തന്നെയാണ്, ജീപ്പുണ്ട്, അതിൽ പോവും. പിന്നെ ഫുഡിൻ്റെ, അതായത് കാറ്ററിങ്ങിൻ്റെ പണിയുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഓർഡറോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതല്ലാതെ കല്യാണം, പുരക്കൂടൽ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾക്ക് ഭക്ഷണം വെക്കാൻ പോകുന്നുണ്ട്. ഇക്കാൻ്റെ അനിയന്, ഏട്ടന്മാർ, ഇവർ 11 മക്കളാണ്. 2 പെണ്ണും 9 ആണുമാണ്. അതിൽ 2-3 പേരാണ് ഈ ഒരു ഹോട്ടൽ, ഈ ഒരു ഭക്ഷണ മേഖലയ്ക്ക് ഇല്ലാത്തത്. ബാക്കി എല്ലാവരുടെ പണിയും അത് തന്നെയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളോടാണ് പറഞ്ഞത്, അതല്ലാത്തവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും നമ്മൾ ആ ഒരു പുതുതായിട്ട് വന്ന് നമ്മളോട് ചോദിക്കുന്ന ആളുകൾക്ക് അതിനുള്ള മറുപടി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാ നമ്മളെ തേങ്ങയൊക്കെ വറുത്തരച്ച് സാമ്പാർ അതിൻ്റെ ഇടയിലായിട്ടുണ്ടല്ലേ. ഞാൻ തേങ്ങയൊക്കെ നരച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ച് വറവൊക്കെ ഇട്ടിട്ട് അതൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പുറത്തുനിന്ന് ഞാൻ പിന്നെ മുതിരയാണ് കേട്ടോ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത്. എനിക്കങ്ങനെ എന്തെങ്കിലും ഒരു ഉപ്പേരിയും വേണം കേട്ടോ. അത് ശീലമായത് എന്താണെന്ന് വെച്ചാൽ, നിച്ചുമോക്ക് സ്കൂളിലേക്ക് ഉപ്പേരി രാവിലെ എന്തെങ്കിലും കൊടുത്തു വിടല്ലോ. ഒക്കെ അങ്ങനെ കറി വേണമെന്നില്ല കേട്ടോ. സ്കൂളിലേക്ക് കറി കൊണ്ടുപോകില്ല, ടിഫിനിൽ കൂടെ ഒലിക്കും, അങ്ങനെ എങ്ങനെയൊക്കെ പറയുക. അപ്പം ഉപ്പേരി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഉപ്പേരിയാണ് ഞാൻ ഓക്ക് അധികം ഉണ്ടാക്കുക. അപ്പോൾ അത് ശീലമായിട്ട് എനിക്ക് നല്ല പൊതുവേ എനിക്ക് എന്തെങ്കിലും ഒരു കറിയും അതിനൊരു ഉപ്പേരിയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ മുതിര ഉണ്ടായിരുന്നു, അപ്പോൾ മുതിര ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മുറ്റം പിന്നെ നിച്ചുമോള് അടിച്ചു വാരുന്നുണ്ട് കേട്ടോ. അതാണ് പിന്നെ ഓൾ ആ സൈഡ് അടിച്ചു വാരുന്നുണ്ട്. അപ്പോൾ ഓളോട് നോക്കിയിട്ട് എന്തോ പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ അവിടെ. പിന്നെ ഞാൻ വേഗം ഉപ്പേരി ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് കറിവേപ്പില പറിക്കാൻ പോയതേനി കേട്ടോ. കറിവേപ്പില അതിലില്ല കേട്ടോ. ശരിക്കും അതിലിങ്ങോട്ട് ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില എന്തായാലും വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ പിന്നെ വേഗം പോയിട്ട് അതിൽ നിന്ന് അങ്ങോട്ട് ഒടിച്ചെടുക്കലാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ ഞാൻ അങ്ങനെ എടുത്ത് വെക്കലുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് പോയിട്ട് പറിച്ചതാണ് കേട്ടോ.
അങ്ങനെ ഇതാ വേഗം മുതിരപ്പേരി ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ച്, പിന്നെ കുറച്ചധികം വെളുത്തുള്ളി ആ ഒരു കല്ലിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മുതിര ഉപ്പേരി ഒന്ന് വറവിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് അതിൽ വെള്ളം ഉണ്ട് കേട്ടോ, ഒരു വേവിച്ചതിൻ്റെ വെള്ളം ഉണ്ട്. അപ്പോൾ ഞാൻ അധികം ഓവർ വറ്റിക്കാതെ ചെറുതായിട്ട് ആ ഒരു വെള്ളം വറ്റിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മളെ സാമ്പാറായിട്ടുണ്ട്, ഉപ്പേരി ആയിട്ടുണ്ട്. പിന്നെ തലേ ദിവസത്തെ മീൻകറീൻ്റെ കുറച്ചുള്ളത് ഞാനൊരു കോപ്പയിൽ അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ ദോശ, അപ്പോൾ അതൊക്കെ ഇതാട്ടോ എല്ലാം അടക്കി അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ ഇങ്ങനെ എല്ലാം കൂടെ ചെമ്പും പാത്രവും ചട്ടിയും അതും ഇതൊന്നും വലിച്ചിടുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഇതാട്ടോ നമ്മളെ വെച്ചുണ്ടാക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേഗം ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ്. ക്ലീനിങ്ങിൻ്റെ പരിപാടി കിടക്കുകയാണ് കേട്ടോ. മുറ്റം നിച്ചുമോൾ അടിച്ച് വാരുന്നുണ്ട്. ഓള് സ്കൂളിൽ പോവാതെ ഇവിടെ ഉണ്ടെങ്കിൽ ഓളെ കൊണ്ട് പറ്റും പോലെയുള്ള പണികളൊക്കെ എടുത്ത് തരും കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിലത്തെ പണികളും എടുക്കും. അതുപോലെ ഓളെ കൊണ്ട് കഴിയുന്നത് എടുക്കും. അപ്പോൾ നിച്ചുമോൾ എത്രയിലാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കമൻറ്റിൽ. 7ാം ക്ലാസ്സിലാണ് കേട്ടോ ഓള് പഠിക്കുന്നത്. മദ്രസിലും 7ലാണ്, സ്കൂളിലും 7ലാണ്. പിന്നെ നാഫിമോന് സ്കൂൾ മദ്രസിലും 4ാം ക്ലാസ്സിലാണ്. പിന്നെ ചെറുതിന് 3.5 വയസ്സായിട്ടുണ്ട് കേട്ടോ നാസിമോന്. ഓന് അംഗൻവാടിയിൽ പോകുന്നുണ്ട്. ഇടക്ക് പോവും, ഇടക്ക് പോകൂല. ഭയങ്കര മടിയാണ് കേട്ടോ പോവാൻ. പിന്നെ ഇതാട്ടോ നിച്ച് മുറ്റടിക്കണത് ഞാൻ വന്ന വീഡിയോ എടുത്തതാണ്. ഓക്കിപ്പം എന്നെക്കൊണ്ട് ഈ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിപ്പിച്ചത് നിച്ചുവാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ട് ഉമ്മച്ചി ഞമ്മക്കും തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിപ്പിച്ചിട്ട് ആദ്യമൊക്കെ വീഡിയോസും കാര്യങ്ങളും ഷോർട്ടും കാര്യങ്ങളൊക്കെ ഇടുകയായിരുന്നു. ഇപ്പം ഓക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് തന്നെ മടിയാണ് കേട്ടോ. അതിലാണ് കേട്ടോ പോയി ഒളിഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വേഗം അകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പണികൾ എടുക്കുകയാണ്. വേഗം ഒന്ന് മൊത്തത്തിൽ എല്ലായിടത്തും അടിച്ചൊക്കെ വാരി ഇട്ടിട്ടുണ്ട്. പിന്നെ വേഗം പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. പാത്രം പിന്നെ രാവിലെ കുറേ ഉണ്ടാവും കേട്ടോ കഴുകാൻ. മൊത്തത്തിൽ നമ്മൾ ഒഴിവാക്കിയതും ചോറും കറിയും ആയിട്ടുണ്ടെങ്കിൽ അതും, പിന്നെ അതുപോലെ ചായ കുടിച്ചതും ഉണ്ടാക്കിയതും വിളമ്പിയതും എന്ന് പറഞ്ഞാണ്ട് ഒരു ലോഡ് പാത്രം ഉണ്ടാവും കേട്ടോ ഈ രാവിലെ കഴുകാൻ. ഈ ഫസ്റ്റത്തെ ആ ഒരു കഴുകലിന് മാത്രമാണ് അത്ര ഉണ്ടാവുക. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അധികമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ അപ്പം കഴുകി വെക്കുന്നത് കൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വേഗം പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്തു. പിന്നെ അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ വാഷ് ബേസിൻ്റെ അവിടെ പൈപ്പ് വെക്കാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൈപ്പ് വെക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ വേറെ ഒന്നുകൊണ്ടുമല്ല, ആദ്യമൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുപോയി ഇട്ടിട്ടായിരുന്നു കേട്ടോ പാത്രം കഴുകലുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ഇത് അടുക്കളയിൽ ഉണ്ടാക്കിയപ്പോൾ അതിൽ ബേസിൽ വെള്ളം വെച്ചിട്ട് അങ്ങനെ കഴുകുന്നുണ്ടെന്നേ ഉള്ളൂ. പൈപ്പൊക്കെ സെറ്റാക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് കേട്ടോ. നമ്മളിപ്പം ഈ ഒരു ഷെഡിലായതുകൊണ്ട് തന്നെ ഇതിമേലേക്ക് അങ്ങനെ ഇത് തന്നെ വലിയ ഹയറാണ് കേട്ടോ. അകത്തുനിന്ന് കഴുകാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ വീടൊക്കെ ആയിട്ടൊക്കെ അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വേഗം പാത്രമൊക്കെ കഴുകി അപ്പോഴത്തേക്ക് നമ്മളെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം അതൊക്കെ ഒന്ന് വാർത്ത് വെച്ചു. പിന്നെ വേഗം ഇതിൻ്റെ തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് അടുത്തത് വേഗം തിരുമ്പിയ തുണികളൊക്കെ ഒന്ന് വേഗം ആറി ഇടട്ടെ കേട്ടോ. എന്തായ പാവൻ്റെ കുട്ടി എന്ത് പറഞ്ഞു കൊടുക്കുക എവിടെടാ അടച്ചോനെ. എൻ്റെ കുട്ടീൻ്റെ കൈ കാണാനും ഇല്ലപ്പാ. എവിടെടാ? ഓ പാവല്ലേ നാച്ചി. നീ കരയ്യാ? നീ പോയി കുറച്ച് നേരം ഉറങ്ങിക്കാം. എന്താ പോയിക്കോ മച്ചി കുട്ടി. പച്ചി വന്നിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇവിടെ വന്നാല് ഓ സുന്ദരി. ഇവിടെ ഓരോരുത്തർ പരാതിയിലാണ് കേട്ടോ. ഞാൻ സൗണ്ട് കട്ടാക്കാണ്ട് അങ്ങനെ വെച്ചതാണ്. അപ്പം പിന്നെന്താണ് ഓൻ്റെ കൈയൊന്ന് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണെന്നുണ്ടെങ്കിലും ഉപ്പച്ചിനോട് പറഞ്ഞാൽ അവർക്ക് സമാധാനമായിട്ടോ. നാസിമോൻക്കൊക്കെ അങ്ങനെയാണ്. എന്തായാലും ഇനി എന്തുണ്ടെങ്കിലും നമുക്ക് ഉപ്പച്ചി വന്നിട്ട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പച്ചിനോട് പറയാം, ഉപ്പച്ചിക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു വലിയ സംഭവമാണ് കേട്ടോ മക്കൾക്ക്. അപ്പം ഞാൻ അതൊക്കെ പറഞ്ഞ് ഓൻ തന്നെ എന്നോട് ഇങ്ങോട്ട് പറയാൻ കേട്ടോ മുറിഞ്ഞ് പിന്നെ ഉപ്പച്ചിനോട് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പം അത് ആന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അങ്ങോട്ടൊരു സമാധാനമാവും കേട്ടോ. പിന്നെ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരത്താണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഒരു ഏകദേശം ആ ഒരു മഗ്‌രിബിൻ്റെ ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ സാമ്പാർ ആയതുകൊണ്ട് തന്നെ നാളെ ഉഴുന്ന് ദോശയും ഇതൊക്കെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ തന്നെ. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം ഒന്ന് അരച്ച് വെക്കുകയാണ്. നിസ്കരിക്കാൻ കയറുന്നതിൻ്റെ മുന്നേ
വേഗം അതൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ചായ വൈകുന്നേരത്തേക്കുള്ള ആ ഒരു ചായ കുടിക്കണ ആ ഒരു സമയമായിട്ടുണ്ട്, കട്ടൻ ചായ കുടിക്കണം. അപ്പോൾ അത് ചായ വെക്കുന്നുണ്ട്, ചായ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കടി എന്താണ് നിച്ചുമോള് പഴം ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊന്ന് വാട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം അരിയും അരച്ചെടുത്തു. ഇങ്ങനത്തെ സിമ്പിൾ പരിപാടികളൊക്കെ നിച്ചുമോള് ചെയ്തോളൂ കേട്ടോ. പഴം വാട്ടലും ഞാനാണ് ചെയ്യുക, പക്ഷെ ഇന്ന് ഞാൻ അരി അരക്കുന്നത് കൊണ്ട് ഞാൻ വാട്ടിക്കോളാന്ന് പറഞ്ഞിട്ട് വാട്ടിയെടുത്തു. അപ്പോഴത്തേക്ക് ഇക്കയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഒപ്പരാണ് ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒക്കെ മേശമ്മ കൊണ്ടുവച്ച് വേഗം കട്ടൻ ചായ ഉണ്ടാക്കി. ഒരു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ മുറിച്ചെടുത്ത് പഴം വാട്ടിയതൊക്കെ കൂട്ടി ഞങ്ങൾ ചായ കുടിച്ചു. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.